ആന്റിയുടെ പേരെന്താ? നിലോഫർ. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ ഞങ്ങൾ 5 പേരുണ്ട്. ഞാനും ഹസ്ബൻഡും 3 മക്കളും. ഹസ്ബൻഡ് ഗൾഫിൽ. ബാസിന്റെ ചേട്ടനാണോ അല്ലേ? 2 പേര് ചേട്ടന്മാർ. അവരെന്താ ചെയ്യുന്നത്? ഒരാൾ ഡോക്ടർ, ഒരാൾ PGക്ക് സൈക്കോളജി PG ചെയ്യുന്നു, ഡിഗ്രി കഴിഞ്ഞിട്ട്. ബാസിൽ സ്കൂളിൽ പോകുന്നുണ്ടോ? പോകുന്നുണ്ട്. എവിടെയാ പോകുന്നത്? പോയിക്കൊണ്ടിരുന്നത് ചിതറ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ. ഇപ്പം +1 അഡ്മിഷൻ കൊടുത്തേക്കുന്നു. അപ്പോൾ 10th റിസൾട്ടൊക്കെ വന്നു? റിസൾട്ടൊക്കെ വന്നു. ശരി. പിന്നെ കോവിഡ് സമയത്ത് എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ആന്റിയുടെ വീട്ടിലെ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ? കോവിഡ് സമയത്ത് പുറത്തൊന്നും ഇറങ്ങില്ല. ഒരാൾ മാത്രം കടയിൽ പോയി സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരും. ബാസിയുടെ അച്ഛൻ ഇവിടെ ഉണ്ടോ? ഇല്ല, ഗൾഫിലായിരുന്നു. ഇപ്പൊ വന്നിട്ട് 3 മാസം ഉണ്ടായിരുന്നു. ഇപ്പൊ തിരിച്ചു പോകാൻ പോയി. ആന്റിക്ക് വീട്ടിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ പറയാനുള്ളത്? വീട്ടിലുള്ള കാര്യങ്ങൾ, ഇവന്റെ കാര്യങ്ങൾ എന്തൊക്കെയാ? പ്രത്യേകിച്ച് അതൊക്കെ TV-യിലൊക്കെ കാണുന്നതെല്ലാം അനുകരിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക എപ്പോഴും. പിന്നെ വേറെ കുരുത്തക്കേടായിട്ടൊന്നും ഇങ്ങനെയൊന്നുമില്ല. എഴുതാനൊക്കെ പറഞ്ഞാൽ എഴുതും. പറയുന്നതൊക്കെ കേൾക്കും. പറയുന്നതൊക്കെ കേൾക്കും. പിള്ളേരെ ഒന്നും ഉപദ്രവിക്കുക അങ്ങനെയില്ല. സൈലന്റ് ആയിട്ട് പിന്നെ എപ്പോഴും സംസാരിച്ചോണ്ടങ്ങ് നിൽക്കുക എന്നുള്ളതല്ലാതെ വേറെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും അവനെ കൊണ്ടില്ല. ബാസിലിന് എന്തൊക്കെയാണ് കൂടുതൽ ഇഷ്ടം? അവന് കൂടുതലും TV കാണുന്നതാണ് ഇഷ്ടം. പിന്നെ TV കാണുന്നതാണ് കൂടുതൽ ഇഷ്ടം. അത് കണ്ടിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് അതിനനുകരിച്ച് ഓരോ കഥാപാത്രങ്ങളെ അനുകരിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കും. പിന്നെ സിനിമയും കാർട്ടൂണും എല്ലാം കാണുന്നതാണ് ഇഷ്ടം. അടുത്തുള്ള പിള്ളേരായിട്ട് കളിക്കാറൊക്കെ? പിള്ളേരുമായിട്ട് ഇവിടെ ഞങ്ങൾ 3 വീട്, ആങ്ങളമാരെ വീട് 2. അവിടെ ബന്ധുക്കളുടെ 2 ആങ്ങളെ, എൻ്റെ 2 ആങ്ങളമാരാണ്. അവിടെ ഇവന്റെ പ്രായത്തിലുള്ളവരുണ്ട്. അവരോടെ കളിക്കുകയൊക്കെ ചെയ്യും. കുഴപ്പമൊന്നുമില്ല, ഉപദ്രവമൊന്നുമില്ല. അങ്ങനെ ബാസിയുടെ ചേട്ടന്മാരായിട്ട് ബാസിൽ എങ്ങനെയാണ്? ചേട്ടന്മാരുമായിട്ടൊക്കെ ഭയങ്കര സ്നേഹവും കാര്യമാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അവർക്കും കാര്യമാണ്. അവനും അങ്ങോട്ടും ഭയങ്കര കേൾക്കുന്നുള്ളൂ. ഇപ്പം കോവിഡ് സമയത്തും അല്ല, ഇപ്പം സ്കൂളൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പം ഓൺലൈനായിട്ട് ഇവനെ പഠിക്കാനൊന്നും കഴിയില്ല. ഓൺലൈനായിട്ടൊന്നും പഠിക്കാൻ അവന് ബുദ്ധിമുട്ടാണ്. പഠിക്കുന്നതൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതിപ്പിക്കുക, പടം കളർ ചെയ്യിപ്പിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാതെ പറ്റുള്ളൂ. പിന്നെ അങ്ങനെയൊക്കെ പറ്റുള്ളായിരുന്നു. സ്കൂളിലൊന്നും വിടാൻ പറ്റില്ല. വീട്ടിലിരുന്ന വലിയ പ്രശ്നമൊന്നുമില്ല. അവന് വീട്ടിലിരുന്ന പ്രശ്നമൊന്നുമില്ല. ചുമ്മാ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞങ്ങ് സംസാരിച്ചോണ്ടൊക്കെ നിൽക്കുമെന്നല്ല. അല്ലെങ്കിൽ TV ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതും കണ്ടോണ്ടങ്ങ് ഇരിക്കും. സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് എങ്ങനെയാ? സ്കൂളിൽ പിള്ളേരുമായിട്ടൊക്കെ കളിക്കുകയും ഒക്കെ ചെയ്യും. ടീച്ചർ എഴുതിപ്പിക്കുന്നതൊക്കെ എഴുതുകയൊക്കെ ചെയ്യും. എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യും. അപ്പം ആന്റി ഇപ്പൊ പുറത്തൊക്കെ പോവാണെങ്കിൽ എങ്ങനെയാ കൊണ്ടുപോകുന്നതൊക്കെ? പുറത്തൊക്കെ സാധാരണ എല്ലാ കൊച്ചുങ്ങളും വരുന്നതാണെങ്കിൽ തന്നെ വരുന്നത്. പ്രത്യേകിച്ച് വേറെ അവൻ കടയിലൊന്നും കയറിയൊന്നും വേണോന്ന് പറയും, നിർബന്ധം കാണിക്കുകയോ ഒന്നുമില്ല. എല്ലാം സാധാരണ ഒരു കുട്ടി എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ അവൻ. വാശിയൊന്നുമില്ല. ഒന്നും അവന് വേണോന്നൊന്നും പറയത്തുമില്ല, നിർബന്ധങ്ങൾ കാണിക്കുകയില്ല, ഒന്നുമില്ല. കുഞ്ഞിലൊക്കെ എങ്ങനെയായിരുന്നു? കുഞ്ഞിലെയും വേറെ ഒരു ബുദ്ധിമുട്ടും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. സാധാരണ പോലെ തന്നെ. പിന്നെ എല്ലാം താമസിച്ച് ചെയ്യുള്ളൂ എന്നുള്ളതേ ഉള്ളൂ. നടക്കാനും ഇരിക്കാനും എല്ലാം താമസം ഉണ്ടായിരുന്നു എന്നുള്ള, അല്ലാതെ ക്യാരക്ടറായിട്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. ഇവൻ വരയ്ക്കെങ്കിലും എന്തെങ്കിലും ചെയ്യും? വരയ്ക്കൊന്നുമില്ല. കളറ് പടം എടുത്ത് കൊടുത്താൽ അത് കളറ് ചെയ്യാൻ പറഞ്ഞാൽ കൂടുതൽ ഇഷ്ടമുള്ളത് എന്താ ചെയ്യാനായിട്ട്? അങ്ങനെ പ്രത്യേകിച്ച് ഇതുവരെ ഒന്നും ഇഷ്ടമുള്ളതായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഇവന്റെ ചേട്ടൻ എന്താ ചെയ്യുന്നത്? +2 പഠിക്കുന്നു. ഇവൻ കോവിഡ് സമയത്ത് എങ്ങനെയായിരുന്നു വീട്ടിലൊക്കെ? വീട്ടിൽ കുഴപ്പമൊന്നുമില്ല, നല്ല പോകുന്നു. എന്തൊക്കെയാണ് ഇഷ്ടം? ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഇത് കാണുക, ടാബ് കാണുക, അങ്ങനെയുള്ള പരിപാടി. ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. കളിയൊക്കെ ഉണ്ട്. ഗെയിം കളി, അങ്ങനെയുള്ള ഗെയിമല്ല കാണും. സിനിമ കാണും. മിസ്റ്റർ ബിന്നാണ് ഏറ്റവും ഇഷ്ടം. മിസ്റ്റർ ബിന്നാണ് നല്ല ഇതാണ്. പുറത്ത് കൊണ്ടുപോകാറുണ്ട്. നല്ല ഇതാണ്. നല്ല നമ്മളായിട്ട് നല്ല സന്തോഷം, ഹാപ്പിയാണ്. അങ്ങനെ തന്നെ
വെളിയിൽ വാശി പിടിക്കാറൊന്നുമില്ല? ഇല്ലല്ല, അങ്ങനത്തെ യാതൊരു സൈലന്റ് ആണ്. സൈലൻ്റാണ്. കോവിഡ് സമയത്ത് ഇപ്പൊ സ്കൂളൊന്നും ഇല്ലല്ലോ? ഇല്ല, സ്കൂളില്ല. സ്കൂളൊന്നുമില്ല. അപ്പം ഇപ്പൊ പഠിപ്പിക്കുന്നുണ്ടോ? നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇവന് എന്തൊക്കെയാണ് ഇഷ്ടം, കൂടുതൽ താല്പര്യം എന്തിലൊക്കെയാണ്? ഇവന് എക്സർസൈസ് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ ടാബ് കാണാനാണ് ഇഷ്ടം. പിന്നെ വായിക്കുക, എഴുതുകയൊക്കെ ചെയ്യും, കളറൊക്കെ അടിക്കും. അതൊക്കെ ചെയ്യുന്നുണ്ട്. ഫോണൊക്കെ കളിക്കൂല, കാണാൻ കോമഡിയാണ് ഇഷ്ടം. പറയുന്നൊക്കെ മനസ്സിലാക്കും, എല്ലാം മനസ്സിലാക്കാൻ. പേരെന്താണ്? വീട്ടിലാരൊക്കെയുണ്ട്? എൻ്റെ പേര് നസീറ. വീട്ടിൽ ഈ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡുണ്ട്, എനിക്ക് ഇവനെയും കൂട്ടി 3 മക്കൾ. 3 മക്കളാണ്. ആരൊക്കെയുള്ള? രണ്ടുപേരുണ്ട്. ചേട്ടന്മാരാണ്. അവരെന്ത് ചെയ്യുക? ഒരാള് ഇപ്പം എന്താണ് അടുത്തവും ജോലിയായിട്ട് പോകുന്നു. ഒരാൾ നാട്ടിലില്ല, ഗൾഫിലാണ്. പുള്ളിക്കാരൻ സ്കൂളിലൊക്കെ പോകാറുണ്ടോ? ഇപ്പം +1 വിദ്യാർത്ഥിയാണ്. +1 ആണ്. പേര്? യാസീൻ. എന്തൊക്കെ ചെയ്യാനാണ് ഇഷ്ടം? അവനിക്ക് ചെയ്യാനെന്ന് പറഞ്ഞാൽ എന്താണ്, മൊബൈൽ അങ്ങനെയൊക്കെ ഉള്ള ഇത്. മൊബൈലും കമ്പ്യൂട്ടറൊക്കെ ഓപ്പറേറ്റ് കമ്പ്യൂട്ടറിൽ അറിയാം എന്നേ ഉള്ളല്ല. മൊബൈലാണെങ്കിൽ അത് കൊടുത്താൽ കുറെയൊക്കെ കയറി പോവും. വീട്ടിലെന്തൊക്കെയാ ചെയ്യുന്നത്? പ്രത്യേകിച്ച് എങ്ങനെ സമയം സമയം അങ്ങനെ ഇരുന്നു എന്നൊക്കെ തന്നെ സമയം പോക്ക്. ആന്റിയുടെ പേരെന്താണ്? എൻ്റെ പേര് രാഖി എന്നാണ്. വീട്ടിൽ ഹസ്ബൻഡും മോനും ഇളയ മോനും. ഓക്കെ. എന്താ ചെയ്യുന്നത്? ഞാൻ ഹൗസ് വൈഫാണ്. ഹസ്ബൻഡ് മേശിൽ പണിക്കും. ഇവൻ സ്കൂളിലൊക്കെ പോകുന്നുണ്ട്? സ്കൂളിൽ പോകുന്നുണ്ട്. 10ാം ക്ലാസ്സിലായി. പഠിക്കുന്നതൊക്കെ എങ്ങനെയാണ്? പഠിക്കാൻ പാടാണ്. എന്നാലും പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ മനസ്സിലാവും. എന്തൊരു പറഞ്ഞു കൊടുത്താലും അത് മനസ്സിലാക്കി വയ്ക്കുക. അന്നൊന്നും പറയില്ല, പിന്നെ എപ്പോഴെങ്കിലും മനസ്സിലായിട്ട്. അനിയത്തിയായിട്ട് എങ്ങനെയാണ്? അതൊക്കെ കൂടും. നല്ല സ്നേഹമാണ്. എന്തൊക്കെയാ ചെയ്യാൻ ഇഷ്ടം വിപിന്? പടങ്ങളൊക്കെ വരച്ചു കൊടുത്താൽ കളർ അടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചെണ്ട കൊട്ടാൻ ഭയങ്കര സന്തോഷമാണ്. എന്തൊരു കിട്ടിയാലും എടുത്തിട്ട് കൊട്ടും. അപ്പൊ പഠിക്കാൻ കൊണ്ട് വിട്ടപ്പോ അയാൾക്ക് അവിടെ ചെണ്ട കൊടുത്താലേ പറ്റും, അല്ല അവര് പഠിപ്പിക്കുന്ന കണക്ക് പഠിക്കൂല. അപ്പൊ മതിയാക്കി. ഇപ്പൊ ക്ലാസ് കഴിഞ്ഞിട്ട് കൊണ്ട് എവിടെയെങ്കിലും പ്രൊഫഷണലായിട്ട് ചെണ്ട പഠിപ്പിക്കുന്നവരടുത്ത് കൊണ്ടുവേണം. ഇപ്പം സ്കൂളില്ലാത്തോണ്ട് വീട്ടിലെങ്ങനെയാ? വീട്ടിൽ അവന് എപ്പോഴും പറയും ബോറാണെന്ന്. സ്കൂളിൽ പോയാൽ മതി എന്ന് പറയും. പക്ഷെ എങ്ങനെ? അപ്പൊ ഈ ബോറടിയൊക്കെ എങ്ങനെയാ മാറ്റി? TV ആണ്, കുറേ സമയം TV ആണ്. പിന്നെ കുറച്ച് നേരമൊക്കെ അവനൊരു ടാബുണ്ട് കളിക്കാനായിട്ട്, അതിനകത്ത് നോക്കിയിരിക്കും. പുറത്തൊക്കെ കൊണ്ടുപോകാറുണ്ട്? എല്ലായിടം കൊണ്ടുപോകും. ഒരു സ്ഥലത്തും ഇരുത്തിയിട്ട് പോകില്ല, എല്ലാ സ്ഥലവും കൊണ്ടുപോകും. എനിക്ക് അവനെ കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥലങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ഞാനും പോകില്ല. അവിടെയൊക്കെ അച്ഛൻ മാത്രമേ പോകത്തുള്ളൂ, ഞാൻ പോകില്ല. അല്ലാതെ എല്ലാ സ്ഥലത്തും നമ്മൾ വയ്യാത്ത കുട്ടിയാണ് എന്നും പറഞ്ഞൊരു വേർതിരിച്ച് മാറ്റി വെപ്പോ അങ്ങനെയൊന്നുമില്ല. കൊച്ചിലെയൊക്കെ ഭയങ്കര പാടായിരുന്നു പുറത്ത് കൊണ്ടുപോകാൻ. പോണ പോക്കുന്ന കടയിലിരിക്കുന്ന സാധനങ്ങൾ മൊത്തം വലിച്ചിട്ടിട്ട് പോവും. ആ കടയിൽ കയറി അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ മൊത്തം വലിച്ചു വാരി ഇടും. ഭയങ്കര പ്രശ്നങ്ങളും വഴക്കും ബഹളവും ഒക്കെ ആയിട്ടുണ്ട്. സ്കൂളിൽ വിട്ടാലോ അടിക്കാൻ വരുന്നവരങ്ങനെ, വഴി തടഞ്ഞു നിർത്തുന്നവരങ്ങനെ, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഒരു കുഴപ്പമില്ല, എവിടെയും കൊണ്ടുപോകാം.